ഇത് കുറച്ച് ലേറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ്. 10-ാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ രാവിലെ തന്നെ ആറ്റ്യാൽ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ പഴവങ്ങാടിയിലും കൂടെ ഒന്ന് പോയി തേങ്ങയൊക്കെ ഉടച്ച് തൊഴാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമായിരുന്നു പഴവങ്ങാടിയിലും കൂടെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ആഗ്രഹം സാധിച്ചു. ഇത് നമ്മൾ ചെന്നപ്പം തന്നെ കുറേ അമ്മൂമ്മമാർ ഫ്രണ്ടിൽ ഇങ്ങനെ തേങ്ങയൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവിടെ 3 പേരും അവിടെ ഇരിക്കില്ലേ, അപ്പം അമ്മൂമ്മയ്ക്കൊന്നും വിഷമം തോന്നണം, നമുക്ക് വേറെ കടയിൽ പോയി വാങ്ങാം. ഒരാളിൽ നിന്ന് വാങ്ങിച്ചാൽ മറ്റൊരാൾക്ക് വിഷമം തോന്നും, അതുകൊണ്ട് നമുക്ക് ഒരാൾ മാത്രമുള്ള കടയിൽ പോവാം. അങ്ങനെ അവിടെ പോയി ഒരു തേങ്ങയൊക്കെ വാങ്ങിച്ചു. പിന്നെ കോവിലിൽ കയറി നന്നായിട്ട് തൊഴുതു. തൊട്ടപ്പുറത്തുള്ള അന്നപൂർണ്ണയിൽ കയറി പിന്നെ മസാല ദോശയൊക്കെ കഴിച്ചു. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നായിരുന്നു ബ്രദറും അമ്മയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്ക് മുറിക്കാമെന്നൊക്കെ വിചാരിച്ചു. അവർ കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. ട്വിൻസൊന്നുമല്ല, ഞങ്ങൾ ഡിഫറെൻറ്റ് ഇയറും സെയിം ഡേറ്റുമാണ്. അതെന്തോ ഒരു കോയിൻസിഡൻസ് പോലെ അങ്ങ് വന്നതാണ്. മിക്ക പേരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് വന്നത്. അപ്പം ഞങ്ങളുടെ പരിചയത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഡേറ്റ് ഒരേപോലെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ പോയത് ബുർജൽ മന്തിയിലാണ്. ഇവിടെ ഈസ്റ്റ് ഫോർട്ടുള്ള ബുർജൽ മന്തിയിലാണ് പോയത്. സ്റ്റാർട്ടറായിട്ട് സൂപ്പൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു എൻ്റേത്.